ഇന്നത്തേത് നമ്മുടെ വിഷുദിനത്തിലെ വീഡിയോ ആണ് കേട്ടാ. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഞാനും അമ്മുക്കുട്ടിയാണ് കേട്ടാ കണിയൊക്കെ ഒരുക്കിയത്. അന്നത്തെ പോലെ തന്നെ തലേ ദിവസം എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും എന്ന് പറയുമ്പോ വല്യമ്മയും വല്യച്ഛനും വിജയമാമനും ഒന്നും എത്തിയിട്ടില്ല. പിന്നെ എന്റെ രണ്ട് മുത്തുമണികള് അഖിലുട്ടനും കുഞ്ഞനും ഇല്ല കേട്ടാ. നമ്മുടെ നിതിനും പ്രശാന്തനും കൂടിയിട്ടായിരുന്നു പടക്കം പൊട്ടിക്കലൊക്കെ കേട്ടാ. കൂട്ടത്തിൽ കഴിവ് തെളിയിക്കാൻ അമ്മൂട്ടിയും. അങ്ങനെ വെളുപ്പിനെ പ്രശാന്തേട്ടനും കൂട്ടരും കൂടി അമ്പലത്തിൽ നിന്ന് കണി കൊണ്ടുവന്നു കേട്ടാ. ഞാൻ കണി കണ്ടതിന് ശേഷം എല്ലാവരും വിളിച്ചെഴുന്നേപ്പിച്ച് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന കണിയും നമ്മൾ ഒരുക്കിയ കണിയൊക്കെ കാണിച്ചു കേട്ടാ. ഇതാണ് എന്റെ വിഷു കോസ്റ്റ്യൂം. സാരി മീഷോന്ന് എടുത്തതാണ്. ബ്ലൗസ് എന്റെ കയ്യിലുള്ളതാണ്. പിന്നെ ഓർണമെന്റ്സ് എല്ലാം നമ്മുടെ സ്വന്തം സ്വസ്തി ഓർണമെന്റ്സ് കേട്ടാ. പിന്നെ കലവറയിലെ പാചകമെല്ലാം അമ്മയും ചിറ്റിയും ഏറ്റെടുത്തോണ്ട് തന്നെ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടാ. അങ്ങനെ അവസാനത്തെ ഐറ്റം ആയിട്ടുള്ള പായസവും അമ്മയും ചിറ്റിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. രണ്ടാളും കൂടി എല്ലാ വിഭവങ്ങളും നല്ല രുചിയോട് കൂടിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ. കണി ഒരുക്കിയിരിക്കുന്നത് ഇത് എന്തൊക്കെ വെച്ചിട്ടാന്നുള്ള കുട്ടികളുടെ ഡൗട്ട് ഞാൻ തീർക്കുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും വിഷ്കൈനീട്ടവും കൊണ്ടുവന്നു കേട്ടാ. പിന്നെ അങ്ങോട്ട് വിഷ്കൈനീട്ടം വാങ്ങലും കാല് തൊട്ട് തൊഴലും വിഷ്കൈനീട്ടം തിരിച്ചു കൊടുക്കലും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി. അങ്ങനെ അച്ഛനും അമ്മയും കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു തീർത്തു. ഇനി ഞങ്ങളുടെ അവസരമാണ്. പ്രശാന്തേട്ട ആദ്യം തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. ശരിക്കും പിടിച്ചോ ഹരിതേ കാലെന്നും പറഞ്ഞിട്ട്. പിന്നെ ഇക്കൊല്ലം കുട്ടികളുടെ വിഷ്കൈനീട്ടത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രതീക്ഷയില്ല. അവരവരുടെ കുടുക്കയിൽ ഇടുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ കയ്യിൽ നിന്ന് വിഷ്കൈനീട്ടം വാങ്ങിച്ച പ്രശാന്തേട്ടനെ ഞാനും കാല് പിടിപ്പിച്ചുട്ടാ. പിന്നെ ദാ ചേട്ടനെ നീത്തിക്കുട്ടിക്ക് കൊടുത്തുട്ടാ. അതിനിടയിൽ വാങ്ങിച്ച ആൾക്കാർ എന്നെ വീണ്ടും വാങ്ങാനുള്ള ഒരു ശ്രമവും നടത്തുണ്ടായിട്ടാ. അമ്മിണിയും ശ്രീകുട്ടനും റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ആ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ സെക്ഷൻ അങ്ങോട്ട് തുടങ്ങി. ഫോട്ടോസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടാ. ശ്രീകുട്ടന്റെ അമ്മിണിയുടെയും കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വിഷുവാണ്. അപ്പൊ അവരെത്തിയിട്ടുണ്ട്. നമുക്ക് അവർക്ക് വിഷ്കൈനീട്ടം കൊടുക്കാം. കാല് തൊട്ട് തൊഴിപ്പിക്കാനായിട്ട് ഞാനും നിൽക്കുന്നുണ്ട് കൂടെ. അതിനിടയില് വിഷ്കൈനീട്ടം കൊടുത്ത് എന്റെ കാല് തൊട്ട് തൊഴാൻ പറഞ്ഞപ്പോ ശ്രീകുട്ടൻ എന്റെ കാല് വാരാൻ നോക്കിട്ടാ. ഇനി ഞങ്ങൾ തറവാട്ടിലേക്ക് പോവാണ്. അച്ഛനും അമ്മയുടെ അടുത്തേക്ക്. അവിടെ ഒരു പിടി ചോറും കഴിക്കണം. അവർക്കൊക്കെ വിഷ്കൈനീട്ടം കൊടുക്കും വേണം. ഇപ്പൊ ചോദ്യം വരും, എന്താ അച്ഛനും അമ്മേനും വീട്ടിലേക്ക് വിളിച്ചില്ലേന്ന്? വിളിക്കാണ്ടല്ല, തറവാടായതുകൊണ്ട് തന്നെ കാർന്നോമാർക്ക് വിളമ്പണം എന്ന് പറഞ്ഞിട്ട് അവര് വരാണ്ടാണ് കേട്ടാ. അങ്ങനെ നമ്മുടെ ഓമന് വെച്ച മാമ്പഴക്കറി കൂട്ടി ഞങ്ങൾ എല്ലാവരും ഒരിലയിൽ തന്നെ ഭക്ഷണം കഴിച്ചു. പായസവും കുടിച്ച് അവിടെ നിന്ന് പോന്നു കേട്ടാ. പിന്നെ നമ്മുടെ സ്വസ്തിയിലെ സദ്യയും കഴിച്ച് ഞങ്ങൾ നേരെ പോട്ടയിലേക്ക് പോന്നു കേട്ടാ. ഓടി കളിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മുകിലും സ്കൈയും. പിന്നെ ഞങ്ങൾ വീട്ടിലേക്കും കൂടി കയറാൻ നിന്നില്ല. നേരെ വല്യമ്മയുടെയും വല്യച്ഛന്റെയും വിജയമാമന്റെ അടുത്തേക്ക് പോന്നു കേട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ വിജയമാമൻ. അങ്ങനെ വിജയമാമന്റെയും വല്യച്ഛന്റെയും ഒക്കെ കാല് തൊട്ട് തൊഴുത് കൈനീട്ടം വാങ്ങലും കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടാ. ശിവാങ്കക്കുട്ടിയാണെങ്കിൽ പാട്ട് പാടി പ്രശാന്തേണ്ണ ഉറക്കിയിട്ടാ. പിന്നെ തിരിച്ച് കൈലാസത്തിലേക്ക് അവിടെ വീണ് കിടന്നിരുന്ന നാട്ടുമാങ്ങയൊക്കെ കഴിച്ചു എല്ലാവരും. ഇവരെ കൊണ്ട് ഞാനൊരു റീൽസ് ഒടിപ്പിച്ചു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായി. എല്ലാവരും കൂടി സിനിമ കാണാൻ പോയി. മൊത്തത്തിൽ ഈ ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല ഞാൻ. സിനിമയുടെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല പടമായിരുന്നു കേട്ടാ.